വീണ്ടും വാർത്തകളിലേക്ക്. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ അവധിക്കാല ക്യാമ്പ് ആരംഭിച്ചു. മതിലകം പോലീസ് സ്റ്റേഷനിലെ അഡീഷണൽ SI VP സേവ്യർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ആ 3 ദിവസം നിങ്ങളുടെ വ്യക്തിഗത വികസനമാണ്, നിങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിൽ വരുന്നതായ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. ക്ലാസ്സുകളും അതുപോലെ തന്നെ കളികളും എല്ലാവരും ഉണ്ട്. നമ്മുടെ സ്വാഗത പ്രാസംഗിക ടീച്ചർ വളരെ ഗർഗനത്തോടു കൂടിയാണ് ഇവിടെ പറഞ്ഞത്. ചാമക്കാല എന്ന ഈ ഗ്രാമത്തെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതായ പ്രവർത്തന മേഖല. ഇപ്പൊ കയ്പമംഗലം പഞ്ചായത്ത് അധികൃതർ തന്നെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെ ഉപയോഗം തടയുന്നതിന് വേണ്ടി മനുഷ്യച്ചങ്ങലകളും ബോധവൽക്കരണ ക്യാമ്പുകളും സംഘടിപ്പിക്കുന്നു. PTA പ്രസിഡന്റ് PK ഹംസ അധ്യക്ഷത വഹിച്ചു. സിവിൽ പോലീസ് ഓഫീസർ സംഗീത, VK സ്മിത, അധ്യാപികമാരായ സഫിയ, ഷീജ എന്നിവരും സംസാരിച്ചു. പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് SI TK അഷ്റഫ്, സ്വാതി എന്നിവരും ക്ലാസ് നയിച്ചു. ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിലെ മതബോധന വിദ്യാർത്ഥികൾ നിർമ്മിച്ചു നൽകിയ 3 വീടുകളുടെ താക്കോൽ ദാനം നിർവഹിച്ചു. കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി വീടുകളുടെ ആശീർവാദ കർമ്മം നിർവഹിച്ചു. തുടർന്ന് കുട്ടികൾക്കൊപ്പം ക്രിസ്മസ് കേക്ക് മുറിച്ചു. കോട്ടപ്പുറം രൂപത മതബോധന ഡയറക്ടർ ഫാദർ ജൈജു ഇലഞ്ഞിങ്ങൽ, തീർത്ഥാടന കേന്ദ്രം ഡയറക്ടർ ഫാദർ ജോയ് കല്ലറയ്ക്കൽ, ഫാദർ ലിനു പുത്തൻ ചക്കാലയ്ക്കൽ, ജോസഫ് കറുപ്പശ്ശേരി, റോബി പടമാട്ടുമൽ, സെബാസ്റ്റ്യൻ പനക്കൽ, അലക്സ് ചേന്നൂർ എന്നിവരും പങ്കെടുത്തു. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 10 വീടുകളാണ് മതബോധന വിദ്യാർത്ഥികൾ നിർമ്മിച്ചു നൽകിയിട്ടുള്ളത്. കൈപ്പമംഗലം ഹിറ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ 22ാമത് വാർഷികാഘോഷം സിനിമാ നടൻ ഇർഷാദ് ഉദ്ഘാടനം ചെയ്തു. നമുക്കത് വേറെ രീതിയിൽ നമുക്കതിന്റെ ഗുണങ്ങൾ കിട്ടും. അല്ലാതെ ഞാൻ ഇവനൊരു കാര്യം ചെയ്തു കൊടുത്താൽ എനിക്കെന്താ നേട്ടം? അതുകൊണ്ട് എനിക്കൊരു ഗുണമില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ അവന് വേണ്ടി സഹായിക്കുന്നത്? അവന്റെ പ്രശ്നങ്ങളിൽ ഞാൻ എന്തിനാ ഇടപെടുന്നത് എന്ന് മാറി മാറി നടന്നു കഴിഞ്ഞാൽ അവസാനം നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മളെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. നമ്മൾ മറ്റുള്ളവരുടെ വേദനകളെ തിരിച്ചറിയുക, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുക, അത്തരം രീതിയിലുള്ള, അല്ലാതെ വെറുതെ കുട്ടികളെ കുറേ പാഠതത്തമേ പൂച്ച എന്നുള്ള രീതിയിലുള്ള പഠന രീതിയിൽ നിന്ന് മാറ്റിയെടുക്കുക. ക്ലാസ് മുറിയിലെ ജനലിന്റെ അപ്പുറത്തേക്ക് കുട്ടികളെ നോക്കാൻ അനുവദിക്കുക. അവിടെ എന്തെല്ലാം ഉണ്ട്, എന്തെല്ലാം കാഴ്ചകൾ കാണുന്നുണ്ടാവും. നമ്മൾ അറിയണം. ഇപ്പൊ തന്നെ ഈ കറണ്ട് ഇഷ്യൂസിൽ എന്തെല്ലാം വിവാദങ്ങളാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നോട്ട് നിരോധനം മൂലം എന്തെല്ലാം ആളുകൾ എന്തെല്ലാം പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ജനഗണമന ചൊല്ലണമെന്ന് പറഞ്ഞ് ജനഗണമന ചൊല്ലുക, എഴുന്നേറ്റ് നിൽക്കണമെന്ന് പറഞ്ഞ് അതിൻ്റെ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാനൊക്കെ കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രം ഫിലിം ഫെസ്റ്റിവലിന് പോയിട്ട് അതിൻ്റെ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനായ കമലിൻ്റെ വീട് ഒരു സംഘം വളയുന്നു. ജനഗണമന ചെല്ലുമ്പോൾ അതിനെ എതിർത്തു എന്നല്ല, തിയേറ്ററിൽ എഴുന്നേറ്റ് നിൽക്കാത്തവരെ അറസ്റ്റ് ചെയ്ത് അതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ വീട് വളയാൻ ശ്രമിക്കുന്നു. കമൽ എന്നല്ല അദ്ദേഹത്തിൻ്റെ പേര്, കമാലുദ്ദീൻ എന്നാണെന്നു. ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ ആളുകളെ തരംതിരിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു. അത്തരം അവസ്ഥകളെ എങ്ങനെ മറികടക്കുക എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മൾ നല്ല മതേതര സ്വഭാവമുള്ള ഒരു രാജ്യമാണ്. നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ ആര് താമസിക്കുന്നു നമുക്ക് കൃത്യമായിട്ട് അറിയണം. അത് രാമനോ കൃഷ്ണനോ ആരും ആവട്ടെ, അതല്ലല്ലോ നമ്മുടെ വിഷയം. ഒരു മനുഷ്യനാണ്, അവൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടുക, അവനെ സ്നേഹിക്കുക, പരസ്പരം സ്നേഹിക്കുക. അതുപോലെ തന്നെ എനിക്ക് അവസാനമായിട്ട് പറയാനുള്ള കുട്ടികളോട് വെച്ചാൽ, എൻ്റെ ഒരു സുഹൃത്തിന്, എൻ്റെ മുഹമ്മദ് റാഫി എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തിന് ഉണ്ടായ അനുഭവം ഞാൻ പറയാം. അദ്ദേഹം ക്രൈംബ്രാഞ്ചിലാണ്. മറിയം പോയ അവൾ കേട്ടിട്ടുണ്ട്, അവളുടെ ഫാദറൊക്കെ ഉണ്ടാവും, അവൾ കേട്ടിട്ടുള്ള ഒരു കഥയായിരിക്കും ഇത്. ഈ വടക്കേക്കാട് സൈഡിലൊരു 500 പവൻ മോഷ്ടിച്ചൊരു കേസുണ്ടായിരുന്നു. പ്രിൻസിപ്പൽ
താരകം തന്നൊരു മോതിരം കൊണ്ടു നീ കുഞ്ഞിളം നാവിന്മേ തൂകിയൊരക്ഷരം ചൊല്ലിത്തരില്ലേ എൻ മിന്നാ മിന്നീനേ. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.വി. സുരേഷ്, പഞ്ചായത്ത് അംഗം സുരേഷ് കൊച്ചുവീട്ടിൽ, P.A. അബ്ദുൽ ഖാദർ, P.K. അബ്ദുൽ മജീദ്, K.A. ജമാൽ, M.U. ഉബൈദുല്ല, ഐഷ അമാനിയ, അഫ്രീൻ ജമാൽ തുടങ്ങിയവരും സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. തൃപ്പയാർ പ്രസ് ക്ലബ്ബിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് M.S. സജീഷ് കേക്ക് മുറിച്ചു. VAH വലപ്പാട്, VG ഹരികുമാർ, പ്രേമേന്ദ്രൻ വടക്കേടത്ത്, സതീഷ് കല്ലയിൽ, AJ വിൻസൻ, TV സദാശിവൻ, ബിജു അഗസ്റ്റിൻ, ഷമീർ തളിക്കുളം എന്നിവരും സംസാരിച്ചു. പെരിഞ്ഞനം ഈസ്റ്റ് UP സ്കൂളിൽ സാഹിത്യ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KK സച്ചിത്ത് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം KS ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് MY ഷാജി, മാതൃസംഗമം പ്രസിഡന്റ് താര ജയപ്രകാശ്, പ്രധാനാധ്യാപിക PR വിജയലക്ഷ്മി, ജോസ് പടമാടൻ എന്നിവരും സംസാരിച്ചു. തുടർന്ന് CP പള്ളിപ്പുറം, UK സുരേഷ് കുമാർ എന്നിവരും സംസാരിച്ചു. പരിപാടികൾ നടക്കുന്നത് അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ തന്നെയാണെന്ന് ഇവിടുത്തെ രക്ഷകർത്താക്കൾക്കും കുഞ്ഞുങ്ങൾക്കും മറ്റ് ജനനായകർക്കും എല്ലാം മനസ്സിലാകണം. അതിനുള്ള ഒരു അവസരം കൂടിയാണ്. ഞാൻ ആദ്യമായി ഒരു ക്രിസ്മസ് കവിത നമുക്ക് ഒരുമിച്ച് ചൊല്ലിക്കൊണ്ട്, ക്രിസ്മസ് ആണല്ലോ, ക്രിസ്മസ് വരുന്നേ ഉള്ളൂ. ഇന്ന് 23, നാളെ 24, നാളെ രാത്രി പാതിരാത്രി ആവുമ്പോഴാണ് ഉണ്ണിയേശു ജനിക്കുന്നത്. അപ്പൊ അതിന് ബന്ധപ്പെട്ട ഒരു പരിപാടിയാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ സായസായതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് പറ്റിയ ഒരു കൊച്ചു കവിത ക്രിസ്മസിനെ പറ്റി എല്ലാവരും ചേർന്ന് പാടണം. ഞാൻ കയ്പമംഗലം MIC ഓർഫനേജ് UP സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. രാവിലെ നടന്ന സാഹിത്യ ശില്പശാല സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഷബീറ സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക ES ഗീത, നന്ദൻ മാസ്റ്റർ എന്നിവരും സംസാരിച്ചു. വീണ്ടും പ്രധാന വാർത്തകൾ. പിണറായി വിജയനാണോ രാജ്നാഥ് സിംഗാണോ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന് വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ലീഡർ K കരുണാകരന്റെ 6ാം ചരമവാർഷിക ദിനം സ്മരണാഞ്ജലി ദിനമായി ആചരിച്ചു. പ്രൈമറി കോഓപ്പറേറ്റീവ് ബാങ്ക് അസോസിയേഷൻ സംഘടിപ്പിച്ച സഹകരണ സന്ദേശയാത്രയ്ക്ക് പെരിഞ്ഞനത്ത് സ്വീകരണം നൽകി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.